ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുംമൂട് ഊരൂട്ടുപറമ്പ് ഉലകുട പെരുമാൾ ക്ഷേത്രം. ബിംബപ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. സാധാരണ ക്ഷേത്രസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഉലകുട പെരുമാൾ ക്ഷേത്രം. ക്ഷേത്രത്തിന് 4 ചുവരുകളില്ല, താഴികക്കുടവുമില്ല, എടുത്തു പറയാൻ ഗർഭഗൃഹവുമില്ല. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ശില മാത്രമുള്ള പീഠസങ്കല്പമാണ് അരശുംമൂട് ഊരൂട്ടുപറമ്പിലെ ഉലകുട പെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തിൽ. ബിംബപ്രതിഷ്ഠയില്ലെങ്കിലും ഉപദേവന്മാരായി ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരും ക്ഷേത്ര സമീപത്തായി യോഗീശ്വരനെയും ആരാധിച്ചു പോരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ കാലത്തിനു മുമ്പും ഈ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നുവെന്ന് കോടങ്കി ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ആട്ടറ സൂട്ടറ വയലങ്കേ, ആമയിഴഞ്ചൻ തോടങ്കേ, ഊരൂട്ടുപറമ്പ് എങ്കേ, കൊള്ളുമുറി കുളമെങ്കേ എന്ന വരികളിൽ ആട്ടറ സൂട്ടറ വയൽ കഴക്കൂട്ടം പിള്ളയുടെയും ആമയിഴഞ്ചാൻ തോട് ചെമ്പഴന്തി പിള്ളയുടെയും ഊരൂട്ടുപറമ്പ് കുളത്തൂർ പിള്ളയുടെയും വാസസ്ഥലങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളാണെന്നാണ് വിശ്വാസം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരെ നശിപ്പിക്കും എന്ന അവസ്ഥയിൽ അവർ തങ്ങളുടെ സമ്പാദ്യങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്നും ഈ കാലയളവുകളിൽ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഉണ്ടായിരുന്നുവെന്ന ചരിത്രം മനസ്സിലാക്കാം. കൊല്ലവർഷം 500-ാം ആണ്ടിൽ ഉത്രം നക്ഷത്രത്തിൽ മധുരയിൽ വൈഗാ നദിയുടെ തീരത്തുള്ള വൈഗക്കര രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഉലകുട പെരുമാൾ. ആദിത്യ ഭഗവാന്റെ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതിശക്തനായ മധുര രാജാവിനെ തോൽപ്പിക്കാൻ ദേവിയെ തപസ് ചെയ്ത് അദ്ദേഹം ആയുധം നേടിയെന്നാണ് സങ്കല്പം. 33-ാം വയസ്സിൽ ജന്മസാഫല്യത്തോടെ കൈലാസത്തിലെത്തി ശിവപാദം പ്രാപിച്ച ഉലകുട പെരുമാൾ തമ്പുരാൻ ജനനവും മരണവുമില്ലാതെയും ഭൂമിയിൽ ദേവനായി നിഗ്രഹാനുഗ്രഹങ്ങൾ ചൊരിയാനും ഉള്ള വരം പരമശിവനിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ഭൂമിയിൽ വന്ന് ആസുരിക ശക്തികൾക്കെതിരെ പോരാടി എന്നാണ് കഥ. ശിവപുലരി പൊൻകതിരിൻ പൊന്മലരേവാ
ശ്രീപാർവതിദേവിക്കാത്മനാഥനെ ദീവാ നാഥ നാഥ നാഥ. തമ്പുരാൻ പഴയ തെക്കൻ തിരുവിതാംകൂറിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരുന്നതായും ഐതിഹ്യമുണ്ട്. മധുരയിൽ നിന്ന് തുടങ്ങിയ തമ്പുരാന്റെ യാത്ര ഇന്നത്തെ കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ വഴി കല്ലമ്പലം, മുള്ളറംകോട് തമ്പുരാൻ ക്ഷേത്രം വരെയാണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ഈ യാത്രക്കിടയിലാണ് തമ്പുരാൻ അരശുമൂട് ഊരൂട്ടുപറമ്പിൽ എത്തിയതെന്നാണ് പഴമക്കാർ പറയുന്നത്. കന്യാകുമാരി ജില്ലയിൽ 11 തമ്പുരാൻ ക്ഷേത്രങ്ങളും തിരുവനന്തപുരം താലൂക്കിൽ 11, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകളിൽ 8, ചിറയൻകീഴ് താലൂക്കിൽ 7 തമ്പുരാൻ ക്ഷേത്രങ്ങളും ഉണ്ടെന്നാണ് പല ആധികാരിക ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ഇതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുമൂട് ഊരൂട്ടുപറമ്പ് ഉലകുടെ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രം. മുൻകാലങ്ങളിൽ 12 വർഷത്തിലൊരിക്കലായിരുന്നു ഉലകുടെ പെരുമാൾ ക്ഷേത്രത്തിലെ ഊരൂട്ടുത്സവം. ഇന്നിപ്പോൾ 6 വർഷം കൂടുമ്പോൾ ഊരൂട്ടുത്സവം നടത്തുന്നു. ഊരൂട്ടുത്സവത്തിന് മാത്രമാണ് ഇവിടെ താൽക്കാലിക ക്ഷേത്ര ഗോപുരം പണിയുന്നത്.